Welcome to Garam Masala, the magic spices of cooking. മീൻ ഉപയോഗിച്ച് നമുക്ക് ഇന്നൊരു ഹെൽത്തി സ്നാക്ക് തയ്യാറാക്കാം. മലബാർ സ്പെഷ്യൽ മീനട. സ്വാദിഷ്ടമായ ഈ മീനട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 250 ഗ്രാം മീനാണ് എടുത്തിട്ടുള്ളത്. മത്തി മുതൽ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. നമുക്ക് ഇതിനെ ആദ്യം മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഇവ എടുക്കാം. നമുക്കിതിനെ ഫിഷ് പീസസിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇതിന് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. ഇനി ചൂടായ പാനിലോട്ട് നമുക്ക് ഓരോ ഫിഷ് പീസായി മാറ്റാം. ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യണം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേദറ ഫിഷ് ആണ്. ഇടയ്ക്കൊന്ന് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. തണുത്തതിനു ശേഷം ഇതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവ ചേർക്കാം. ഇതിനെ നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വഴന്നു വരുമ്പോൾ നമുക്കിതിലോട്ട് 2 സവാള ചോപ്പ് ചെയ്തത് ചേർക്കാം. ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരണം. സവാള സോഫ്റ്റ് ആയി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1.5 മുതൽ 2 കപ്പ് വരെ തേങ്ങ ചേർക്കാം. ഇതിനെ നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. ഇവിടെ ഞാൻ 2 പിഞ്ച് ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കാം. ഈ പൗഡറിന്റെ എല്ലാം റോസ് സ്മെൽ ഒന്ന് പോകണം. അതുവരെ നമുക്കിതിനെ ഇളക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർക്കാം. ഈ മീനിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഇതിലോട്ട് മല്ലിയിലയും പുതിനയിലയും ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മീനടക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതിനെ കുഴച്ചെടുക്കണം. ഇടിയപ്പം മാവിന്റെ പരുവത്തിലോട്ട് മാറ്റണം ഇതിനെ. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ ഇതിനെ നന്നായി കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് മീനട തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ വാഴയിലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാഴയിലയെ നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും മീഡിയം സൈസുള്ള ഒരു ബോൾ എടുക്കാം. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കണം. വെള്ളം ഉപയോഗിച്ച് നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിംഗ് വെക്കാം. നമ്മുടെ മാവിന്റെ സൈസിനനുസരിച്ച് നമുക്ക് ഫില്ലിംഗ് വെക്കാം. 1-2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെക്കാം. ഇനി ഇതുപോലെ നമുക്ക് മടക്കാം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഫില്ലിംഗ് ഒന്നും പുറത്തോട്ട് പോകരുത്. അങ്ങനെ നമ്മുടെ ഒരട തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത അടയും തയ്യാറാക്കാം. ആവശ്യാനുസരണം മാവ് എടുത്ത് നമുക്ക് പരത്താം. ഇതിന്റെ സെന്ററിലായി നമുക്ക് ഫില്ലിംഗ് വെക്കാം. ഇനി
ഇതുപോലെ നമുക്ക് മടക്കാം. ഇനി നമുക്ക് ഈ മീനടയെ സ്റ്റീം ചെയ്തെടുക്കണം. ഇതിനുവേണ്ടി ഞാനൊരു ഇഡ്ഡലി സ്റ്റീമറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓരോ അടയായി മാറ്റാം. ചെറിയ സ്റ്റീമർ ആയതുകൊണ്ട് തന്നെ ഒരു സമയം 2 അടയാണ് ഞാൻ ഇതിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുന്നത്. 10 മുതൽ 15 മിനിറ്റ് വരെ സ്റ്റീം ചെയ്യേണ്ടി വരും. അടയുടെ എണ്ണത്തിനനുസരിച്ച് കൂടുതൽ സമയം സ്റ്റീം ചെയ്യണം. ഇപ്പോൾ നമ്മുടെ അട കുക്കായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്റ്റീമറിൽ നിന്നും മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അടകൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മലബാർ സ്പെഷ്യൽ മീനട തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.